പ്രവാചകൻ തിരുനബിയുടെ ജന്മദിനം സംസ്ഥാനത്തൊട്ടാകമാനം വലിയ രീതിയിലുള്ള ആഘോഷത്തോടെ നടന്നു. കാസർഗോഡ് ജില്ലയിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നു. മധുരങ്ങളും മധുരപാനീയങ്ങളും എല്ലാ മതസ്ഥർക്കും എല്ലാ വിഭാഗങ്ങൾക്കും വിതരണം ചെയ്ത് സമാധാനത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുമായാണ് നബിദിനാഘോഷം ഇന്ന് സംസ്ഥാനത്തൊട്ടാകമാനം നടന്നത്. ഒരു തിരുപ്പിറവിയുടെ ഓർമ്മ പെരുന്നാളാണ് വിശ്വാസികൾക്ക് നബിദിനം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇതുപോലൊരു പുലരിയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങൾ ലോകത്തേക്ക് ഭൂജാതനായത്. അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഒരു ഏകീകൃത ഭരണകൂടം സ്ഥാപിച്ച നേതാവ്. മതനേതാവ് എന്നതുപോലെ രാഷ്ട്രത്തിന്റെയും സൈന്യത്തിന്റെയും നേതാവും ന്യായാധിപനും പ്രവാചകൻ തന്നെയായിരുന്നു. ആദം നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി തുടങ്ങി 1,25,000-ൽ പരം പ്രവാചകന്മാരുടെ പരമ്പരയിലെ ഒടുവിലത്തെ കണ്ണി. നന്മയോടുള്ള അതിരറ്റ പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ച പ്രവാചകൻ. സാമൂഹിക വിപ്ലവത്തിന്റെ യഥാർത്ഥ സൂര്യ തേജസ് തന്നെയായിരുന്നു ആ മഹാനുഭാവൻ. ആ മഹിത ജീവിതത്തിൽ നിന്ന് എത്രയോ അനുഭവ പാഠങ്ങളാണ് ലോകത്തിന് ലഭിച്ചത്. സാമൂഹിക ജീവിതത്തിൽ നാം കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച്, നാം സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച്, നാം പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ആ ജീവിതത്തിൽ നിന്നും എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. തികച്ചും ആദരവോടും അത്ഭുതത്തോടും കൂടിയല്ലാതെ അതൊന്നും സ്മരിക്കാനാവില്ല. സഹനതയുടെയും സമാധാനത്തിന്റെയും വഴികൾ തുറന്നു കാണിച്ച പ്രവാചകൻ മുഹമ്മദ് നബി ചരിത്രകാരന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വം തന്നെയാണ്. ചരിത്രകാരന്മാർ ഏറെ സവിശേഷതയോടുകൂടിയാണ് മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.